ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നുമല്ല. ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചേ. വെറുതെ ഞങ്ങൾ കുറച്ച് ദൂരം പോയതാട്ടോ, കുറച്ച് സ്ഥലത്തു കൂടെയൊക്കെ. ഞങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത്, എന്തായാലും വെറുതെ ഇരിക്കല്ലേ, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി വന്നാലോ എന്ന്. അപ്പോൾ ഞാനും കരുതി എന്തായാലും വീഡിയോയും എടുക്കാം, എന്നാൽ വെറുതെ ഇരിക്കല്ലേ പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ നോക്കുമ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ആ നേരത്തെ ഇറങ്ങി എന്തായാലും പണി കിട്ടും, ചെറിയ കുട്ടികളുള്ളതല്ലേ, നമ്മളെ കുട്ടികൾക്കൊക്കെ അസുഖമാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 10 മണി വരെ വെയിറ്റ് ചെയ്തതാണ്. ഞങ്ങൾ ഇതിന് മുൻപ് 1-2 പ്രാവശ്യം പുൽപ്പള്ളി വഴി ആ റോഡിന് പോയതാട്ടോ. അപ്പോൾ അന്ന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുട്ടികളുണ്ടായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ആ റോഡിനൊക്കെ പോണത് കേട്ടോ. അപ്പോൾ കുട്ടിക്കൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ കാടൊക്കെ ഉള്ള പ്രദേശത്ത് കൂടെയാണ് പോയത്. അതുകൊണ്ട് എന്തായാലും തണുപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. ആ ടൈം 10-11 മണി ആയാൽ തന്നെ തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാട്ടോ. നാട്ടിലെത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് പുൽപ്പള്ളി റോഡിനാട്ടോ. പുൽപ്പള്ളിക്കല്ല, നമ്മൾ പുൽപ്പള്ളി വഴി ആ ഒരു റോഡിനാണ് പോണത്. അവിടെ കുറേ കാടൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അതിൽക്കൂടെ ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണേ. അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള വോയിസ് ഓവറൊക്കെ ഞാൻ ഇന്നലെ കൊടുത്തായിരുന്നു. ഇന്ന് എനിക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ടൊക്കെ ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടേ. അങ്ങനെ കുറേ പോയപ്പോൾ നമ്മൾ പുള്ളിമാനെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. പുള്ളിമാൻകൂട്ടത്തെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പോന്നു. ഞങ്ങളെ വണ്ടി ഇത്ര സ്പീഡൊന്നുമില്ല കേട്ടോ. ബൈക്ക് ഞാൻ എഡിറ്റ് ആക്കിയപ്പോൾ വീഡിയോ സ്പീഡാക്കിയത് കേട്ടോ. ഞങ്ങൾ പതുക്കെ തന്നെ കേട്ടോ പോണത്. അപ്പോൾ പോണ വഴിക്ക് ഞാനും അതിനെക്കുട്ടിയും ഹസ്ബൻഡിനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ എന്താ ഇവിടെ എന്താന്നൊക്കെ നമുക്ക് ഓരോരോ സംശയമാണല്ലോ. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഞങ്ങൾ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കട കണ്ടു കേട്ടോ. അപ്പോൾ ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി. ഞാൻ ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അന്ന് നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആളെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു. കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, ആരെങ്കിലുമൊക്കെ കണ്ടാൽ പിന്നെ അയാളോട് സംസാരിച്ച് പരിചയപ്പെട്ട് അങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ നമുക്ക്. അപ്പോൾ ആരെ കണ്ടാലും നമ്മൾ അങ്ങനെയൊക്കെ പരിചയപ്പെടാൻ പോകും കേട്ടോ വേഗം. അപ്പോൾ അയാൾ കട തുടങ്ങിയിട്ട് 15 ദിവസമായിട്ടുള്ളൂ. സീസൺ അനുസരിച്ചാണ് കേട്ടോ അവർ കട തുറക്കൽ. മഴക്കാലമൊന്നും ആകുമ്പോൾ പിന്നെ ജ്യൂസിൻ്റെ കട തുറന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു പൈനാപ്പിളും മുന്തിരി ജ്യൂസും കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ 2 ജ്യൂസും കുടിച്ചു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുട്ടിയാണ് പൈനാപ്പിൾ കൂടുതലും കുടിച്ചത്. ഞാനും ഹസ്ബൻഡും മുന്തിരിയും കുടിച്ച്. പൈനാപ്പിളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഈ ഒരു മെഷീനിൽ വെച്ചാണ് ജ്യൂസൊക്കെ മേക്ക് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീനിൽ മേക്ക് ചെയ്യണോണ്ട് തന്നെ നമ്മൾ സാധാ മിക്സിയിൽ അടിക്കുന്ന ജ്യൂസിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉപ്പിലിട്ട പൈനാപ്പിളും നെല്ലിക്കയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുട്ടിക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉപ്പിലിട്ടത് മേടിച്ചില്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളാണ് മേടിച്ചത്. പക്ഷേ അത്ര തിന്നതൊന്നുമില്ല കേട്ടോ. മുളക് പൊടി ഇട്ടുകൊണ്ടായിരിക്കും വൈബൊന്നും അത്ര തിന്നില്ല. ജ്യൂസ് ഓരൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ ദൂരം പോയിട്ട് അപ്പോൾ അവിടെയൊക്കെ എലിഫൻറ്റ് ക്രോസിങ് ഏരിയയും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ വരുന്നത്. നമ്മൾ പിന്നെയും മുന്നോട്ട് പോയി. അങ്ങനെ നമ്മൾ ഇരുളെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നമ്മൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും കുറേ മുന്നോട്ട് പോയിട്ടോ. അപ്പോൾ നമ്മൾ പുൽപ്പള്ളി എത്തിയില്ല കേട്ടോ. അതിൻ്റെ മുൻപ് തന്നെ നമ്മൾ തിരിച്ചു. കാരണം അപ്പോഴേക്കും നമ്മൾ കുറേ ഓടീനി കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു തിരിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മതി, അത്ര മതി, നമ്മൾ ഒരുപാട് പോയല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഇരുളെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ റൈറ്റിൽ കാട്ടോ പോയത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ വഴി കൂടെ ഒക്കെ പോണത്. ഈ ഭാഗത്ത് കൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. പ്രത്യേകിച്ച് ഈ റൈറ്റിലേക്ക് നമ്മൾ തിരിഞ്ഞ് ഇതിൽ കൂടെയും പോവാമെന്ന് പറഞ്ഞു. മീനങ്ങാടിയോ എന്തോ പറഞ്ഞു അതിൽ ഒക്കെ എത്താമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇതിൻ്റെ മുൻപ് ഇതിൽ കൂടെ വന്നിട്ടുണ്ട്. 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ പോയി നമ്മളൊരു ബോർഡൊക്കെ കണ്ട്. ആ ബോർഡിൽ
ബത്തേരി വാഗേരി ലെഫ്റ്റിക്ക്, പിന്നെ പാപ്പലശ്ശേരി, പിന്നെ ഏതോ ഒരു റോഡിൻ്റെ ഏതോ ഒരു സ്ഥലം കൂടി അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ലെഫ്റ്റിക്ക് തിരിഞ്ഞ് വാഗേരി ബത്തേരി ആ റൂട്ടിനാട്ടോ നമ്മൾ പോകുന്നത്. നമുക്ക് ബത്തേരിയിലാണല്ലോ എത്തേണ്ടത്. അങ്ങനെ ഇത് വാഗേരി കേട്ടോ. അവിടുന്ന് നമ്മൾ വഴിയൊക്കെ ചോദിച്ചിട്ടാണ് പോരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ഇങ്ങനത്തെ കൂടെ വന്നിട്ട് കൂടി നിങ്ങൾക്ക് ഇതിൽ വഴിയൊന്നും അറിയില്ല എന്ന് കളിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് പോകുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് എത്തിയത് ബീനാച്ചിയിലാട്ടോ. അപ്പോൾ ഈ പോരുന്ന വഴിയൊക്കെ നല്ല ഗട്ടറായിരുന്നു, റോഡ് പണിയാണ്, അതുകൊണ്ട് നല്ല മോശമൊക്കെ ആയിരുന്നു റോഡ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബീനാച്ചിയിൽ വന്ന് കയറിട്ടോ. അങ്ങനെ നമ്മളെ ബത്തേരി തന്നെ എത്തി അവസാനം, വഴിയൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.